വിജയൻ പായന്തോട് ചേരുന്നുണ്ട്. വിജയൻ, ഈ വിഷയത്തിൽ പല വിഷയങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ച രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ പല അഭിപ്രായങ്ങൾ എന്നുള്ളതാണ്. ഈ നേതാക്കളുടെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നേരത്തെ രാഹുലിനെതിരായി നിലപാടെടുത്തിട്ടുള്ള ആളുകളൊക്കെ അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പാലക്കാട്ടെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കേട്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സപ്പോർട്ട് രാഹുൽ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട് എന്നുള്ളത്. രാജ്ഭവൻ ഉണ്ണിത്താൻ ആഞ്ഞടിക്കുന്നുണ്ട്. കെ മുരളീധരൻ ഇന്നലെ മുതൽ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം VD സതീശൻ എടുത്ത നിലപാട് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അപ്പൊ ആരൊക്കെയാണ് ഇതിൽ രാഹുലിനെതിരായിട്ട് സസ്പെൻഷൻ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു കേസ് പൊക്കിക്കൊണ്ടുവന്നത് അത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം അത് സ്വാഭാവികമാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു പരാതിയും കേസും വന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായ അല്ലാതെ CPM ഉം BJP യും വേറെ ഏത് തരത്തിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അതിൽ കാര്യമില്ല. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പെട്ടിരിക്കുകയല്ലേ. ഇതിൽ നിന്ന് എങ്ങനെ ഊരിയെടുക്കാം എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മുന്നിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ ആലോചനകൾ നടത്തുന്നത്, ഈ സമയത്തെ ഈ കോൺഗ്രസിന്റെ തളർച്ചയെ എങ്ങനെ ഉപയോഗപ്പെടുത്താനായിരിക്കും CPM BJP ശ്രമം? തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി അധികാരമില്ല. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ സർക്കാരിനെതിരെ നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരിടുകയും ഒപ്പം തന്നെ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുകയും ഒക്കെ ചെയ്യേണ്ട ഘട്ടമാണ്. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ ഈ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായി സമ്മർദ്ദത്തിലാക്കുന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി ഉയരുന്നത്. ഇത്രയും നാൾ പരാതിയില്ലല്ലോ, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം ഒപ്പം തന്നെ അങ്ങനെയുള്ള ബന്ധം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയായിരുന്നു നടത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു പരാതിയും ആരോപണവും ഒക്കെ ഉയർന്ന ഘട്ടത്തിൽ തങ്ങൾ രാഹുലിനെ പുറത്താക്കി എന്നുള്ളതായിരുന്നു അന്ന് VD സതീശനും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരുന്ന നിലപാട്. നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിലവിൽ അദ്ദേഹമില്ല. പക്ഷേ ആ സസ്പെൻഷന് അപ്പുറം മറ്റൊരു നടപടി അനിവാര്യമായ ഘട്ടത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ഇത് മുകേഷ് MLA-ക്കെതിരായ ആരോപണങ്ങൾ, പരാതികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒക്കെ മുമ്പിലോട്ട് എടുത്തുവെച്ച് പ്രതിരോധിക്കാനുള്ള നീക്കമൊക്കെ പല നേതാക്കളും നടത്തിയിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇതിനൊക്കെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം, അവർ സംസാരിക്കുന്ന ഓഡിയോ, അതൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ തരത്തിൽ ഒരു വൈകാരികമായ പ്രശ്നമായി ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഏതെങ്കിലും തരത്തിൽ മറു ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കഴിയില്ല എന്നുള്ള നിലപാടാണ് അത് VD സതീശൻ തന്നെ നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. VD സതീശൻ ഇക്കാര്യത്തിൽ